കഥയുടെ ആരംഭത്തിൽ കഥാനായികയെ ഷെല്ലിയെ കാണിച്ചുകൊണ്ടാണ് പഠനശേഷം അവളുടെ സത്യസന്ധമായ സ്വഭാവ കാരണം 28 ജോലികളാണ് നഷ്ടപ്പെട്ടത്. ബോസ് ഒരു ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ട് അവൾ കാപ്പിയെടുത്ത് ബോസിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞു. വേറൊരുത്തനൊപ്പം വർക്ക് ചെയ്യുന്നവരുടെ രഹസ്യചിത്രം പകർത്തിയതിനാൽ അവനെ ചവിട്ടി പുറത്താക്കി. ഒരുത്തൻ അവന്റെ ഭാര്യയെ അടിക്കുന്നത് കണ്ട് അവനെ മടിച്ചു. ഇക്കാരണത്താൽ അവളെ തരം താഴ്ത്തുകയും ശമ്പളം കുറയ്ക്കുകയും ചെയ്തു. അതിനാൽ അവസാനമായി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇതും കൂടി പോയാൽ അവളുടെ പാരൻസ് കുഴപ്പത്തിലാവും. ജീവിക്കാൻ വേണ്ടി ഇനി വീട് വിൽക്കേണ്ടി വന്നേക്കാം. പതിവ് പോലെ റെസ്റ്റോറൻറ്റിൽ കസ്റ്റമേഴ്സിന് ഫുഡൊക്കെ വിളമ്പുമ്പോൾ അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിൽ കോടീശ്വരനായ ഹീറോ തൻ്റെ മകൾക്ക് വേണ്ടി വീണ്ടും വിവാഹം ചെയ്യാനായി ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുന്നു. ഹീറോ ആ ലേഡിയോട് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അവളുടെ അമ്മ മരിച്ച ശേഷം അവൾ ഒരു വാക്ക് പോലും ആരോട് സംസാരിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ വ്യവസ്ഥ മകളെ സ്നേഹിക്കുക എന്നതാണ്. അവരും പേടിക്കണ്ട, ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്ന് ഉറപ്പ് നൽകി. അപ്പോഴേക്കും ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. അവളെ ആ ലേഡി ഏൽപ്പിച്ചിട്ടാകും ഹീറോ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹീറോയുടെ മകളെ നോക്കാൻ നാനിയോട് ഏൽപ്പിച്ചാലും ആർക്കും ഒരു അമ്മയുടെ സ്ഥാനം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹീറോ പോയ തക്ക നോക്കി ആ ലേഡി കുട്ടിയെ മിണ്ടിപ്പിക്കാനായി, ഞാനാണ് ഇനി തൊട്ട് നിന്റെ രണ്ടാം അമ്മ, ഞാൻ വീട്ടിൽ വന്നാൽ നിന്നെ ബോർഡിങ്ങിലാക്കും, അതിനു മുന്നേ സംസാരിച്ചോ എന്ന് പറയുമ്പോൾ അവൾ അതൊന്നും മൈൻഡാക്കാതെ ഇരുന്ന് പടം വരച്ചു. ഇവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്ന ലേഡി അവൾ വരച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഒക്കെ തട്ടിക്കളയുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടുനിന്ന ഷെല്ലിക്ക് ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല. അവൾ ഇതൊന്നും കാണാതെ തിരിഞ്ഞു പോകുമ്പോൾ കൂടെ പാരൻസിനെ ഓർമ്മ വരുന്നു. ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഷെല്ലി നേരെ ചെന്ന് അവളുണ്ടായ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ സ്ത്രീയുടെ നേരെ എറിഞ്ഞു. ആ ലേഡിയും ദേഷ്യത്തിൽ, ഒരു വെയിറ്ററായി നീ എത്ര ധൈര്യം വന്നു എൻ്റെ മുഖത്ത് വെള്ളമൊഴിക്കാൻ? അതിന് നീ ആരായാലും എന്താ, ഒരു കൊച്ചിനോടാണോ നിന്റെ വേഷം കെട്ട്? അപ്പോൾ ഇതൊക്കെ കണ്ടുവന്ന ഹീറോ തൻ്റെ മകൾക്ക് ഇവൾ നല്ല ഒരു അമ്മയാകില്ലെന്ന് മനസ്സിലായ ഉടനെ അവളെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പുറത്താക്കി. ഒരു കസ്റ്റമറെ സ്റ്റെല്ല കാരണം പുറത്താക്കിയതിനാൽ റെസ്റ്റോറൻറ്റ് ഓണർ എത്തി അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സത്യത്തിൽ സ്റ്റെല്ല സ്വയം ജോലി ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഇതൊരു കാരണമായി. അപ്പോഴേക്കും ഹീറോ, ഞാൻ നിനക്കൊരു ജോലി തരട്ടെ എന്ന് ചോദിച്ചു. ജോലിയിൽ കയറാൻ ഹീറോ ഓഫർ ചെയ്തത് $5 മില്യൺ, അതും കരാറിൽ. ഇത് കാണുന്ന അവളുടെ പാരൻസ് ഷോക്കായി. എന്ത് ജോലിയാണ് ഇത്രയും ക്യാഷ് കിട്ടാനായിട്ട്? ഒരു കോടീശ്വരൻ്റെ ഊമയായ മകളെ പരിപാലിക്കണം, എന്നെ ഒരു രണ്ടാനമ്മയായി നിയമിക്കണം, അതാണ് ജോലി. രണ്ടാനമ്മ വേഷമെന്ന് കേട്ടപ്പോൾ അവളുടെ ഭാവിയാകും ഇത് ബാധിക്കുന്നത്. അവൾക്ക് ഇനി വല്ല കല്യാണാലോചന വരുമോ എന്ന് പേടി അവർക്കുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഇത് വെറും ജോലിയാണ്. അയാളുടെ മകളെ സംസാരിപ്പിച്ചാൽ കിട്ടാൻ പോകുന്നത് 5 മില്യണാണ്. ഇത്രയും സുഖകരമായ ജോലി എനിക്കിനി എവിടെ കിട്ടാനാ എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ ശരിയായി തോന്നുന്നു. അതിനാൽ പിറ്റേ ദിവസം തൊട്ട് അമ്മയും അച്ഛനും കൂടി ഹീറോയുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുമ്പോൾ അവൾക്ക് കോഴിയും വളർത്തിയ പച്ചക്കറിയൊക്കെ ആണ് കൊടുത്തിടുന്നത്. അപ്പോൾ അവളെ കൊണ്ടുപോകാൻ വന്ന ഹീറോ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് ഞെട്ടി. ഇതൊക്കെ കൊണ്ടുപോകാനാണെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ വാങ്ങിച്ചെടുത്തു. പോകുന്നതിന് മുന്നേ അവളുടെ അച്ഛൻ മകളെ നല്ലോണം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് യാത്ര അയച്ചു. ശേഷം കാറിൽ കയറുമ്പോൾ അവൾ മകളെ നോക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ തന്നെ തയ്യാറാക്കി. രാവിലെ എഴുന്നേറ്റ് അവളെ സ്കൂളിൽ വിടുന്നവരെയുള്ള എല്ലാ കാര്യമുണ്ട്. അവൾ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ അവർ ഓടിച്ച് അവൾക്ക് വേണ്ടി നിലകൊള്ളും. ഇതൊക്കെ കേട്ട ഹീറോ അവളുടെ വർക്ക് ഹാർഡിന് ആശംസ നൽകി. ഇവിടെ ഹീറോയുടെ വീട്ടിലാണെങ്കിൽ സെർവൻസൊക്കെ കൂട്ടസംസാരമാകും. ഹീറോയുടെ ഭാര്യ മരിച്ച ശേഷം ഒരു സ്ത്രീയും അധിക ദിവസം നിന്നിട്ടില്ല. ഇപ്പോൾ ഒടുവിൽ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട്. പാവം പെണ്ണ്. അവർക്കൊരു മകൻ ജനിച്ചാൽ ഇവരുടെ കാര്യം എന്താകും? ഇവിടെയുള്ളവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. വരുന്ന ആൾക്ക് പണിയാകും. ഇതൊക്കെ ആ കൊച്ചുകുട്ടി കേൾക്കുന്നുണ്ടായി. അപ്പോഴേക്കും ഹീറോയും സ്റ്റെല്ലെത്തി. ഇതാണ് എൻ്റെ പുതിയ ഭാര്യ എന്ന് പറഞ്ഞ് ഹീറോ പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവളാണെങ്കിൽ മകളെ കയ്യിലെടുക്കാമെന്ന് കരുതി ഓടിച്ചെന്നപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തെന്നിയാകും വീഴുന്നത്. എന്നാലും സ്റ്റെല്ല തളർന്നില്ല. എഴുന്നേറ്റ്, ഞാനാണ് ഇനി നിന്റെ രണ്ടാനമ്മ. വലിയ കഴിവുകളൊന്നും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയും. എൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. നിന്റെ അച്ഛൻ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹത്തെ വരെ ഞാൻ പോരാടുമെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾ കെട്ടിപ്പിടിക്കുന്നില്ല, പേടിച്ചിട്ട് നിൽക്കുകയായിരിക്കും. സ്റ്റെല്ലയുടെ പെരുമാറ്റം കാണുമ്പോൾ ഒടുവിലാണ് ഹീറോയ്ക്കൊന്ന് ആശ്വാസമാകുന്നത്. ശരിയായ ആളെയാണ് കണ്ടെത്തിയെന്ന്. അപ്പോഴേക്കും ഹീറോയ്ക്ക് കോള് വന്നതിനാൽ സ്റ്റെല്ല ഹീറോയോട്, നിങ്ങൾ പൊക്കോ, അവളുടെ ഒരു മുടി നാഴ് പോയാൽ ഞാൻ നിങ്ങൾക്ക് 50 ലക്ഷം തന്നെ തിരിച്ചു തരും എന്ന് പറയും. പക്ഷെ അവൾക്ക് സ്റ്റെല്ലയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മയുടെ സ്ഥാനം ആർക്കും കൊടുക്കില്ല എന്നാകും മനസ്സിൽ പറയുന്നത്. ശേഷം അവൾക്കൊപ്പം സ്റ്റെല്ല ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവൾ പാതിയിൽ നിർത്തി പോകും. പക്ഷെ സ്റ്റെല്ല വിട്ടില്ല. മുഴുവൻ കഴിക്കാനായി പറഞ്ഞ് സെർവൻസിനോട് കുറച്ചും കൂടി ഫുഡ് കൊണ്ടുവരാനായി പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, ഹീറോ പോയി കഴിഞ്ഞു, നാടകം നിർത്തും മാഡം.
കാരണം കുഞ്ഞിലെ തൊട്ട് അവരാണ് അവളെ നോക്കിയത്. സോ അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയാം. ഹീറോ പോയപ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്തിറങ്ങി. അവരുടെ പെരുമാറ്റം കാണുമ്പോൾ കുട്ടി നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. അവരിൽ നിന്ന് സ്നേഹക്കുറവ് മാത്രമല്ല, ജീവനക്കാരിൽ നിന്ന് നിരന്തരമായ വിമർശനം ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. ദേഷ്യം വന്ന സ്റ്റെല്ല സ്പൂൺ ശക്തമായി അടിച്ച്, നീയാണോ എനിക്ക് ശമ്പളം തരുന്നത്? കൊച്ചിനോട് നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് പറ, ഉണ്ടാക്കി തരാമെന്ന് കേട്ടപ്പോൾ സ്റ്റെല്ല തൻ്റെ കൂടെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളും സ്റ്റെല്ല ബുള്ളി ചെയ്യുമോ എന്ന് പേടിച്ചാണ് ഇത്ര നേരം ഇരുന്നത്. എന്നിട്ട് സ്റ്റെല്ല അവർക്കുള്ളതാണ് ഇവൾക്ക് പ്രശ്നമെന്ന് മനസ്സിലായ ഉടനെ തന്നെ അവരോട് ബാഗ് പാക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. എന്നിട്ട് മറ്റുള്ളവരോടും ഇനി അവളെ ശല്യപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങളും പുറത്താകും. ശേഷം അവൾ ഇതുവരെ കഴിക്കാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അവൾക്ക് കൊതിയാണ് വരുന്നത്. എന്നാൽ അവൾ കഴിച്ചില്ല. സ്റ്റെല്ല ഇരിക്കുന്നത് കൊണ്ടാകുമെന്ന് കരുതി സ്റ്റെല്ല പോകുമ്പോൾ കൊതി കൊണ്ട് അവൾ അതൊക്കെ എടുത്ത് കഴിച്ചു. ഇതൊക്കെ സ്റ്റെല്ല ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായി. അങ്ങനെ അവളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് സക്സസ് ആയി. പിറ്റേ ദിവസം സ്റ്റെല്ല അവൾക്കൊരുപാട് പല നിറത്തിലുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കാട്ടുന്നു. അവൾക്ക് എപ്പോഴും കറുപ്പും വെള്ളം ഡ്രസ്സാണ് മാത്രമുള്ളത്. പക്ഷെ അത് അവൾക്ക് വേണ്ട. എത്രയൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടും അവൾ സ്റ്റെല്ലയിൽ നിന്ന് ഒളിച്ചോടി. അവസാനം അവളെയും കൊണ്ട് അത് നിർബന്ധിച്ചിടിപ്പിച്ചു. അവൾക്കും ഇഷ്ടമായി. സ്റ്റെല്ലയുടെ പെരുമാറ്റം ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇതുവരെ വന്ന അമ്മമാര് ഡിഫറെൻ്റാണ് സ്റ്റെല്ല. ശേഷം അവളുടെ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്തൊക്കെ കൊടുത്തു. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശേഷം അവളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഭാഗ്യത്തിന് അവിടെ ഹീറോ എത്തുകയാണ്. മകളുടെ ചെറിയ മാറ്റം കണ്ട് ഹീറോയ്ക്ക് സന്തോഷമായി. വെറും ഒരു ആഴ്ച മാത്രം എന്താണ് സംഭവിച്ചത്? ഇവർ ഇത്ര അടുപ്പത്തിലാകാനായിട്ട് ഹീറോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് വെച്ച ചെയ്, അവളെ നാളെ സ്കൂളിൽ ചേർക്കാനുള്ളതാ, പുതിയ ബാഗും സ്കൂൾ സാധനം വാങ്ങാനുള്ളതാണെന്ന് പറഞ്ഞ് സ്റ്റെല്ലയും കൊണ്ട് അവളെ കുളിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഉറങ്ങേണ്ട ടൈമായപ്പോൾ അവൾ സ്റ്റെല്ലയെ റൂമിൽ നിന്ന് പുറത്താക്കി. അക്കാര്യം ഹീറോയോട് പറയാൻ വന്നപ്പോൾ ഹീറോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രി അവളോട് കിടക്കയിൽ കിടന്നോളൂ, ഹീറോ സോഫയിൽ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഒരുമിച്ച് റൂമിൽ ഉറങ്ങിയില്ലെങ്കിൽ നാളെ വേലക്കാരികൾക്കിടയിൽ ഗോസിപ്പ് പറയും. അത് എൻ്റെ അമ്മയോട് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ കുറേ ഡ്രാമാസ് കാണുന്നതാണ്. എന്നിട്ട് അവൾ റൂമിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ടാവും കിടക്കുക. ഉറങ്ങുന്നതിന് മുന്നേ അവൾ പാരൻസിനൊക്കെ വിളിച്ചു. അവൾ ടെൻറ്റിൽ കിടക്കുന്നത് കണ്ട് ചോദിക്കുമ്പോൾ, മോളെ നീ ഒന്നും കൂടി വിഷമിക്കേണ്ട, എന്ത് പ്രശ്നം വന്നാൽ ഇങ്ങോട്ട് പോരെ, 5 മില്യൺ ഒന്നും വേണ്ട. ഇതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ടായി. അവന് തന്നെ ഒരു അസൂയ തോന്നിയാണ്. കാരണം അവളുടെ പാരൻസ് അത്രയ്ക്കുമാണ് അവളെ കെയർ ചെയ്യുന്നത്. തൻ്റെ മകൾ ഇത്രയായിട്ടും ഞാനായിട്ട് അടുത്തിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ അവൾ ഹീറോയോട് എന്നാൽ നാളെ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകാം, അപ്പോൾ നിങ്ങൾക്ക് അവളോട് മിണ്ടാനുള്ളൊരു അവസരം കൂടി കിട്ടും. അങ്ങനെ സ്റ്റെല്ല പറഞ്ഞതുപോലെ അവരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റെല്ല ഒരു ഫോട്ടോ ബൂത്ത് കാണുന്നു. നമുക്കും ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോൾ മകളും അച്ഛനും വേണ്ടെന്ന് പറഞ്ഞ് തലാട്ടി. സ്റ്റെല്ല നല്ല ചീത്ത പറയുമ്പോഴാകും ഹീറോ അവസാനം സമ്മതിച്ചത്. എന്നിട്ട് ഒരുപാട് രസകരമായ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ ഫോണിൽ കവറിലൊക്കെ വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കാണുമ്പോൾ അമ്മ മരിച്ച ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ഫോട്ടോയാണ്. ശേഷം അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ അവളെ കൂട്ടി സ്കൂളിലെത്തുമ്പോൾ സ്റ്റെല്ല, സ്കൂളിൽ ആരെങ്കിലും നിന്നെ ശല്യപ്പെടുത്തിയാലോ, ടീച്ചർ നിന്നോട് കയ്യർത്താലോ, ഭക്ഷണം മോശമാണെങ്കിലൊക്കെ എന്നെ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷത്തെ PTA തെരഞ്ഞെടുപ്പിൽ ജയിച്ച 3 സ്ഥാനാർത്ഥികളായ കുട്ടിയുടെ അമ്മമാർ എത്തുന്നു. പക്ഷെ PTAയിൽ എന്തിനാണെന്ന് സ്റ്റെല്ല ചോദിക്കുമ്പോൾ PTAയിൽ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ധാരാളം അധികാരമുണ്ടാകും. സ്കൂൾ പഠന പദ്ധതി തീരുമാനിക്കാനും അവർ സഹായിക്കുന്നത് പോലെ മേൽനോട്ട് വഹിക്കും. അങ്ങനെ ചെറുതു മുതൽ വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ആളാണ് PTA. പക്ഷെ ക്യാഷ് ഉള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. നിങ്ങളെ പോലെയുള്ളവർക്ക് ഇത് പറ്റില്ലെന്ന് പറഞ്ഞ് സ്റ്റെല്ലയെ ആ പയ്യൻ കൊച്ചാക്കി കളിയാക്കി. അവൻ്റെ അമ്മ അവനെയും ചീത്ത പറഞ്ഞ് അവളെയും അതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചു. വേറൊന്നുമല്ല, അവളെ എല്ലാവർക്കും മുന്നിൽ കളിയാക്കാനാകും. ഇതൊന്നും അവൾക്ക് തീരെ പിടിച്ചില്ല. വീട്ടിലെത്തിയിട്ടും ദേഷ്യം തീർന്നില്ല. കളിയാക്കി ഓർത്തിട്ട് സോ സ്റ്റെല്ല PTA പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ആ മിസ്സിസ് ഡേവിഡ് വിജയിച്ചാൽ ഇടവേള അവർ എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് ആർക്കറിയാം. ഇത് കേട്ട ഹീറോ അവൾക്ക് നല്ല കട്ട സപ്പോർട്ടായി. എന്നിട്ട് അസിസ്റ്റന്റ് വിളിച്ച് മകളുടെ സ്കൂളിലേക്ക് ഡൊണേഷൻ കൊടുക്കാനായിട്ട് പറയുകയാണ്. ഇത് കേട്ടതും സ്റ്റെല്ലയ്ക്ക് ഒരുപാട് ഹാപ്പി ആവുകയും നിങ്ങളാണ് യഥാർത്ഥ ബോസ് എന്ന് പറഞ്ഞ് ഹീറോയെ വണങ്ങിയിട്ടായിരിക്കും അവിടുന്ന് ഇവിടെ സ്കൂളിൽ കഴിഞ്ഞ തവണ PT ആയ ലേഡിക്കാകും ഭയങ്കര ബഹുമാനം. എല്ലാവരും നിങ്ങളെ ഞങ്ങളായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരെ പൊക്കി പറയുമ്പോൾ ആ ലേഡിയെക്കാട്ടും എക്സ്പെൻസീവ് കൂടിയ ബാഗുമായി സ്റ്റെല്ല അവിടെ എത്തി. അങ്ങനെ പരിപാടി ആരംഭിച്ചു. ഓരോരുത്തർ സ്കൂളിൽ ഡൊണേഷൻ ചെയ്ത ഫണ്ടും മറ്റു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സ്റ്റെല്ല 10 മില്യൺ ആണ് സ്കൂളിന് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ്. കഴിഞ്ഞ തവണ ലേഡിയുടെ ഭർത്താവ് സ്കൂളിന് $1 ലക്ഷം സംഭാവന ചെയ്തു. എന്നാൽ ഹീറോ സ്റ്റെല്ലയ്ക്ക് വേണ്ടി കൊടുത്തത് മൊത്തം 10 അല്ല
ഓരോന്നിനും $10 മില്യൺ അധികം വില വരും. സംഭവം പറഞ്ഞു കഴിഞ്ഞ് വോട്ടിംഗ് ആകും തുടങ്ങുന്നത്. ആ ലേഡിക്ക് പിന്തുണ അവർ കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം കുറവാണ്. എന്നാൽ സ്റ്റെല്ലയ്ക്ക് കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്റ്റെല്ലയ്ക്കാണ് വോട്ടിംഗ്. അതിനാൽ സ്റ്റെല്ല ആകും ഈ വർഷത്തെ PTA പ്രസിഡന്റ്. ഇപ്പോൾ സ്റ്റെല്ല പ്രസിഡന്റ് ആയപ്പോൾ ആ ലേഡിക്കൊപ്പം നിന്ന ഒട്ടുമിക്ക പാരൻസ് അവൾക്കൊപ്പം ചേർന്നു. അവർ സ്റ്റെല്ലയെ പൊക്കി പറയുമ്പോൾ അതൊക്കെ കേട്ടു നിൽക്കുന്ന അവൾക്കാണ് കൂടുതൽ ഹാപ്പി. ഇത് കാണുന്ന ആ ലേഡിക്കും ഒട്ടും സഹിക്കുന്നില്ല. അതിനാൽ അവർ അവരുടെ മകനെ വിട്ട് അവളെ ചെയ്തതിന് ക്ഷമയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മകളെ കൂട്ടി റൂമിലേക്ക് കൊണ്ടുപോയി. ഇത് ചെയ്തത് ആ ലേഡിയാകും. ഇവള് നോക്കുമ്പോൾ മകളെ കാണുന്നില്ല. തേടി നോക്കുമ്പോൾ ആ ലേഡി മുന്നിൽ നിന്ന് ഇങ്ങോട്ടാണ് മാഡം പോകുന്നത്. പരിപാടി ആരംഭിക്കാറായി. പക്ഷെ സ്റ്റെല്ല അതൊന്നും വകവയ്ക്കാതെ മകളെ തേടാനായി ഇറങ്ങി. ഇവിടെ ഇവളാണെങ്കിൽ ഇരുട്ട് റൂമിൽ പെട്ടിരിക്കുകയാകും. അപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വരുന്നു. അമ്മയും മകളെയും ഒരാൾ ഓടിക്കുമ്പോൾ അമ്മ അവളെ ഒരു കാട്ടിലാക്കി. എന്ത് സൗണ്ട് വന്നാലും നീ പുറത്തേക്ക് വരരുത്, അമ്മ വേഗം വരുമെന്ന് പറഞ്ഞു പോയി. അപ്പോഴേക്കും പിന്നാലെ വന്നവർ അവളുടെ അമ്മയെ മാത്രം ഫോളോ ചെയ്തു പോയി. ഇതൊക്കെ ഓർത്ത് അവൾ കരഞ്ഞ് അവിടെ തളർന്നു പോവുകയാണ്. കറക്റ്റ് ടൈമിലാകും സ്റ്റെല്ല അവളുള്ള ഇടം കണ്ടെത്തിയെത്തിയത്. സ്റ്റെല്ലയെ കണ്ടപാടെ അവൾ പൊട്ടിക്കരയുമ്പോൾ സ്റ്റെല്ല അവളെ ആശ്വസിപ്പിച്ചു. മകളെ കൂട്ടി നേരെ ആ ലേഡിയുടെ മുന്നിൽ വന്ന് ഇവളാണോ നിന്നെ ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ആ ലേഡിയെ മുടിക്ക് കുത്തിപ്പിടിച്ചു. വഴക്ക് ഗുരുതരമാകുമ്പോൾ പെട്ടെന്നാകും മകൾ എൻ്റെ അമ്മയെ തല്ലെടുത്ത് നിർത്താനായി പറയുന്നു. അപ്പോഴേക്കും ഹീറോ എത്തുമ്പോൾ മകളുടെ സൗണ്ട് കേട്ടു. ഊമയായവൾ എങ്ങനെ മിണ്ടി? 2 വാക്ക് പറഞ്ഞ് എന്ന് പറഞ്ഞ് ഈ ഊമ പെണ്ണി മിണ്ടില്ല. എന്നെ തല്ലേന് നിന്നെ കോടതിയിൽ കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ദേഷ്യം വന്ന സ്റ്റെല്ല ചാടി ഒരടി കൊടുത്തു. ഹീറോയും ഒരു മടി കൊടുക്കുകയാണ്. സ്കൂളിലെ പ്രസിഡന്റായി നിന്ന കാലത്ത് ആ ലേഡി പ്ലേസ്മെന്റുകൾ നിയമവിരുദ്ധമായി ഏകദേശം $10 ലക്ഷം സമ്പാദിച്ചു. തെളിവുകളെല്ലാം ഹീറോയുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്ന് അടങ്ങി നിൽക്കുന്നു. ശേഷം ഹീറോയും മകളും സ്റ്റെല്ലയും വീട്ടിൽ പോകുന്ന വഴിയിൽ മകളോട് ഇനി ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്താൽ എന്നെ വിളിച്ചാൽ മതി, അവരുടെ പരിപ്പായി ഞാൻ എടുക്കും. അതും കൂടാതെ ചോദിക്കാനൊരു അമ്മയുണ്ടെന്ന് തോന്നലിൽ മകൾ ഇപ്പോൾ കൂടുതൽ ഉഷാറായി. ശേഷം വീട്ടിലെത്തുമ്പോൾ സ്റ്റെല്ല ഹീറോയോട് മിഡ്ശാന്തകാല ഉത്സവം അടുത്ത് വീട്ടിൽ പോക്കട്ടെ, 3 ദിവസം. ഇല്ലില്ല 2 ദിവസം. ശരിയെന്നാ 1 ദിവസം ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നത് 7 ദിവസം നിന്നോ, മകളെ ഞാൻ നോക്കിക്കോളാം. അവളും ഹാപ്പി ഹീറോയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവൾ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ മകളെ കാണുന്നില്ല. അവളുടെ റൂമിൽ ചെന്നിട്ടും അവിടെയില്ല. നോക്കുമ്പോൾ അവൾ അവളുടെ അമ്മയുടെ റൂമിലിരുന്ന് അമ്മയുടെ ഡ്രസ്സും പിടിച്ച് കരയുന്നു. സ്റ്റെല്ലയും എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത് ചോദിക്കുമ്പോൾ ആരെങ്കിലും തന്നെ ബുള്ളി ചെയ്താൽ അമ്മയുണ്ടെന്ന് ഉറപ്പ് നൽകിയതാ. പക്ഷെ ആ രാത്രി ദുഷ്ടന്മാർ അമ്മയെ കുത്തിക്കൊന്നു. നിങ്ങൾ നല്ലൊരാളാണ്, എന്നെ വിട്ടു പോകലെന്ന് പറയുമ്പോൾ സ്റ്റെല്ല അവളോട് കരച്ചിൽ നിർത്താനായി പറഞ്ഞ് ഉള്ള സത്യം പറഞ്ഞു. അവളുടെ അച്ഛനെ അവൾ വിവാഹം ചെയ്തിട്ടില്ല. നിന്നെ നോക്കാൻ വേണ്ടി മാത്രം ഒരു കോൺട്രാക്ട് ബേസിലാണ് ഞാൻ വന്നത്. നിന്നെ സംരക്ഷിക്കാൻ നിന്റെ അമ്മ സ്വന്തം ജീവൻ പണയപ്പെടുത്തി. അവളെപ്പോഴും നിന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോകും. ഞാൻ തിരിച്ചു വരുമ്പോൾ പന്നിയൊക്കെ ഇറച്ചി നല്ല ഗുണ്ടപ്പിയായിട്ട് ഇരിക്കണം. എന്നാൽ സ്റ്റെല്ല പോയ പിന്നെ അവൾക്കൊന്നും കഴിക്കാനേ തോന്നുന്നില്ല. സ്റ്റെല്ല ഉണ്ടായിരുന്നെങ്കിൽ. അതിനാൽ ഹീറോ നമുക്ക് പോയി അവളെ കൊണ്ടുവരാമെന്ന് കേട്ടപ്പോൾ അവൾക്കും കൂടുതൽ ഹാപ്പിയായി. പോകുമ്പോഴിൽ അവൾക്കായിട്ട് ഗിഫ്റ്റ് വാങ്ങാനായി ഒരു കടയിൽ കയറിയപ്പോൾ അപ്രതീക്ഷിതമായി അവർ അവിടെ സ്റ്റെല്ലയെ കാണുന്നു. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ഹീറോ ചോദിക്കുമ്പോൾ സ്റ്റെല്ലയെ അമ്മ സോയാ സോസ് വാങ്ങാനായി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഗിഫ്റ്റുമായി വീട്ടിലെത്തി അവർക്ക് വിരുന്നൊക്കെ വരെ ഒരുക്കി കൊടുത്തു. അപ്പോൾ അമ്മ ഹീറോയോട് ഇവളവിടെ വല്ല പ്രശ്നമുണ്ടാക്കിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഇവളെൻ്റെ മകളെ നല്ലോണം നോക്കിയെന്ന് പറയുന്നു. അന്ന് രാത്രി അവൾ സ്റ്റെല്ലയ്ക്കൊപ്പമാകും ഉറങ്ങുക. അവൾക്ക് സ്റ്റെല്ലയുടെ റൂമിൽ കയറിയപ്പോൾ അവളുടെ അമ്മയുടെ റൂമിലുള്ള അതേ മണം. മകൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്റ്റെല്ല സോഫയിൽ കിടന്ന ഹീറോ വിളിച്ച് കട്ടിൽ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ മകളെ നോക്കിയതിന് താങ്ക്സും പറയുകയും കൂടാതെ വിരോധമില്ലെങ്കിൽ എൻ്റെ മകളുടെ അമ്മയെ വരുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും സ്റ്റെല്ല ഉറങ്ങി. പിറ്റേ ദിവസമായപ്പോൾ സ്റ്റെല്ലയുടെ അമ്മയും അച്ഛനും കൊച്ചുമകളെ കിട്ടിയതുപോലെയാണ്. അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു ലേഡി വന്ന് പഠിത്തം കഴിഞ്ഞ് ഒരു വർഷമായിട്ട് നിനക്ക് ജോലിയായില്ലേ? എൻ്റെ മകളിപ്പോൾ ഹേസ് ഗ്രൂപ്പിൽ ജോലിയൊക്കെ ലഭിച്ചു. പ്രതിമാസം 1200 കൂടുതലാണ്. അവിടെ ഒരു ജോലി കിട്ടുന്നത് തന്നെ നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്നാണ്. സ്റ്റെല്ലയെ ഇവിടെ കളിയാക്കുമ്പോൾ ഇവിടെ ഹീറോയുടെ ലക്ഷറി കാർ അവിടെ എത്തുന്നു. കാറൊക്കെ കണ്ടപ്പോൾ ആ ലേഡി ഇതാരുടെയാണാവും ഇത്രയും ലക്ഷറി കാറ്? അന്നേരം കാറിൽ നിന്ന് ഗാർഡ്സൊക്കെ ഇറങ്ങി മിസ്റ്റർ ഹെയ്, നിങ്ങൾ പറഞ്ഞ ഗിഫ്റ്റ് ഇതാ. അവരുടെ മകൾ ജോലി ചെയ്ത ഹീറോയുടെ കമ്പനിയിലാണ്. കമ്പനി മുതലാളിയെ അവർ നേരിട്ട് കണ്ട് ഷോക്കാവുകയും ഇത്രയും നേരം പറഞ്ഞ ആളാണ് സ്റ്റെല്ലയുടെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ അവർ സ്റ്റെല്ലയോട് ക്ഷമ പറഞ്ഞ് അവരുടെ മകളെയും കൊണ്ട് ഹീറോയെ വിവാഹം ചെയ്യിപ്പിക്കാനായിരുന്നു പ്ലാൻ ഇട്ടത്. ഇപ്പോൾ ഇവളാണ് ഹീറോയെ കെട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് അവിടുന്ന് വേഗം എസ്കേപ്പായി. അന്ന് രാത്രി അവൾ ഹീറോയോട് താങ്ക്സ് പറയുന്നു. ഇന്നൊരു ഡേ എൻ്റെ വീട്ടിൽ നിന്നതിനും
കുടുംബക്കാർ മൊത്തം ചേരുമ്പോൾ ഞാൻ കാരണമാണ് എൻ്റെ പാരൻസ് നാണക്കേടാറ്. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഒരു ജോലി പോലും ചെയ്യാൻ കഴിയാത്ത ഒരു മകളെ നിങ്ങൾ വളർത്തിയെന്ന് പറഞ്ഞ് പാരൻസിനെ പലതവണ നാണം കെടുത്തി. എന്നാൽ ഇപ്പോൾ മിസ്സിസ് ഹേയിൽ നിന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവരെ ഇത്ര അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും കണ്ടത്. നന്ദി പറയുമ്പോൾ ഹീറോയും നന്ദി പറയേണ്ടത് ഞാനല്ലേ? എൻ്റെ മകളെ മാറ്റിയെടുത്ത നീയാണ്. അപ്പോഴേക്കും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും മകളും എത്തി മധ്യ ശരത്കാല ഉത്സവം ആഘോഷിച്ചു. ആ സമയത്ത് മകൾ ഹീറോയെ അച്ഛന്ന് ആദ്യമായിട്ട് വിളിച്ച് താങ്ക്സ് പറഞ്ഞപ്പോൾ ഹീറോയ്ക്കും കൂടുതൽ ഹാപ്പിയായി. അന്നേരം ഹീറോയുടെ അമ്മ വിളിക്കുകയാണ്. നാളെ പിറ്റേന്ന് വീട്ടിലൊരു കുടുംബ അത്താഴമുണ്ട്. നീയും മിയയും മിസ്സിസ് സ്റ്റെല്ലയും കൊണ്ടുവരാനായി പറഞ്ഞു. സ്റ്റെല്ലയോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അവൾ മകളോടാകെ ചോദിക്കുക, നിനക്ക് മുത്തശ്ശിയുടെ വീട്ടിൽ പോകണോ? അവളും സ്റ്റെല്ല വരുന്നുണ്ടെങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഹീറോയും സ്റ്റെല്ലയും മകളെയും കൂട്ടി ഹീറോയുടെ വീട്ടിലെത്തുന്നു. സ്വയരക്ഷയ്ക്കായിട്ട് അമ്മ സ്റ്റെല്ലയ്ക്ക് ഒരു ഗാഥ കൊടുത്തായിരുന്നു വിട്ടത്. ഹീറോയുടെ അമ്മ യഥാർത്ഥത്തിൽ ഹേ ഗ്രൂപ്പ് കമ്പനിയുടെ ഓണർ കൂടിയാണ്. പിന്നീട് ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടമ്മയായി. മകൾ മുത്തശ്ശി എന്ന് വിളിക്കേട്ടപ്പോൾ ഹീറോയുടെ അമ്മ ഞെട്ടിപ്പോയി. ഇതെല്ലാം സ്റ്റെല്ല കാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റെല്ലയെ തൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഹീറോ. അമ്മ അവളെ കണ്ട് ചിന്തിക്കുന്നത് അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കണ്ടെത്തിയ ആളുടെ ഉചിതമാണ്. അവിടെ ഹീറോയുടെ ആൻറ്റിയും ഹീറോയുടെ അച്ഛനും ഉണ്ടാകും. കൂടെ ആ ആൻറ്റിയുടെ മകനുണ്ട്. മകനാണെങ്കിൽ ഒരു പ്ലേ ബോയ് ആണ്. അപ്പോൾ മുകളിൽ നിന്ന് മുതുമുത്തശ്ശി ഹീറോയുടെ അമ്മയോട് വേഗമെല്ലാം റെഡിയാക്കി വെക്കി. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പൊക്കെ റെഡിയാക്കാനായിട്ട് പറയുന്നു. ഹേ ഗ്രൂപ്പിൻ്റെ നിയമങ്ങൾ തെറ്റിക്കണ്ട. എല്ലാവരും എന്തിനാണ് ഇത്ര വിചിത്രമായി പെരുമാറുന്നത്? ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ നോക്കാതെ മുത്തുമുത്തശ്ശി ഈ ചെറുക്കനെയാണ് കൂടുതൽ ഇഷ്ടം. ഹീറോയുടെ അമ്മയാണ് ഒരു വേലക്കാരിയെ പോലെയാണ് പണിയെടുക്കുന്നത്. അപ്പോൾ സ്റ്റെല്ല അമ്മയോട് ഇരിക്കാനായി പറയുമ്പോൾ അമ്മയും ഒരു വിഭവം കൂടി എടുത്തുകൊണ്ട് വരാം എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. കഴിക്കുന്നിടയിൽ ഇവന് ഹേ ഗ്രൂപ്പിൻ്റെ ഒരു ജനറൽ മാനേജർ പോസ്റ്റില്ലേ, അത് എനിക്ക് തന്നോടെന്ന് ചോദിച്ചു. മുതുമുത്തശ്ശിയും അച്ഛനും ശരിയാണ്, അവനും അവകാശമുള്ളതല്ലേ, ആ പോസ്റ്റ് അവന് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ സ്റ്റെല്ല എന്താവകാശത്തിൻ്റെ പേരിലാണ് അവന് കൊടുക്കേണ്ടത്? എവിടെ നിന്നോ പെട്ടെന്ന് ഉയർന്നെന്നോ ഒരു പുറനാട്ടുകാരി. ഇപ്പോൾ നീ കുടുംബത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്നെ കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഇത് പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹേ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ ഭാര്യയാണ്. എന്നിട്ട് അവൾ കൊണ്ടുവന്ന് ഗാഡ വെച്ച് അവനെ പൊതിരെ തള്ളി. എല്ലാവരും നിർത്താനായി പറഞ്ഞപ്പോൾ സ്റ്റെല്ല കേട്ടില്ല. അപ്പോഴേക്കും അവൻ്റെ അമ്മ ഓടിയെത്തി എൻ്റെ തെറ്റാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ക്ഷമ പറയുമ്പോൾ സത്യത്തിൽ ഇതവരുടെ പ്ലാനായിരുന്നു. എന്നാലും സ്റ്റെല്ല വിട്ടുകൊടുത്തില്ല. അവന് മോശമായിട്ട് പറഞ്ഞു. ദേഷ്യം വന്ന ഹീറോയുടെ അച്ഛൻ നിന്റെ മരുമകളോടും മിണ്ടാതിരിക്കാൻ പറ, അവർക്ക് പറയുന്നത് പറഞ്ഞോട്ടെ, എപ്പോഴും നിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അതെൻ്റെ ചേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവരും എന്നെ ചൊല്ലി ആരും വഴക്കിടേണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ദേഷ്യം വന്നാൽ ഹീറോയുടെ അമ്മയുടെ മുഖത്തടിച്ചു. ഷോക്കായി ഹീറോ അമ്മയുടെ ദയനീയെ കണ്ട് ഹീറോ അവസാനം ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ജനറൽ മാനേജർ സ്ഥാനം ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല. എൻ്റെ അമ്മ സ്വന്തം വീട്ടിൽ 20 വർഷമായി സൗജന്യമായിട്ട് നാനിയായിട്ടില്ല കഴിയുന്നത്. ശ്രദ്ധയും കൂടാതെ ഭീഷണി വരെ പെടുത്തുന്നു. നിങ്ങളെയും താമസിപ്പിച്ചു. ചില കടങ്ങൾ അപ്പോൾ തന്നെ വീട്ടണമെന്ന് സ്റ്റെല്ല വഴിയാണ് ഹീറോയ്ക്ക് എല്ലാ കാര്യം ബോധ്യമാവുന്നത്. ഹീറോയെ വളർത്തിയതിൽ അമ്മയ്ക്കുള്ളിൽ നല്ല രീതിയിൽ പരാജയമാണ് തോന്നുന്നത്. എന്നോട് പറയുമ്പോൾ സ്റ്റെല്ല പറയുന്നത് മുഴുവൻ ഹേ ഗ്രൂപ്പിനെ നിയമിച്ച അമ്മയല്ലേ. അവർ താഴ്ത്തി പറയുമ്പോഴെല്ലാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. ഹീറോ ചെറുതായിരുന്നപ്പോൾ അവൻ്റെ അച്ഛനും ഞാനും തമ്മിൽ വലിയൊരു പിണക്കമുണ്ടായി. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ശ്രദ്ധ കൊടുത്തത്. അവന് വേണ്ടി ഞാൻ കുടുംബം നോക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ അവനെ നോക്കാനേ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് വന്ന ഹീറോ കൂടുതൽ വെറുത്തത് അമ്മയല്ല, പണ്ടത്തെ അമ്മയെ നഷ്ടമായതിലാണ്. പലരും അമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ അഭിമാനമാണ്. ഇപ്പോൾ എല്ലാവരും പന്ത് തട്ടി കളിക്കുന്നത് പോലെയാണ് അമ്മയുടെ ജീവിതം. അപ്പോൾ അമ്മ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് മകനോട് ചോദിക്കുമ്പോൾ ഹീറോ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പിറ്റേ ദിവസമായപ്പോൾ എല്ലാവരും ഹീറോയുടെ അമ്മയെ തന്നെയായി വിളിക്കുന്നത്. രാവിലത്തെ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട്. അപ്പോഴേക്കും അവിടെ ഡിവോഴ്സ് പേപ്പർ കണ്ട്. എന്നാൽ അത് അയാൾ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യില്ല എന്നാകും പറയുന്നത്. അയാളുടെ മനസ്സിൽ എങ്ങനെ നിനക്ക് തോന്നി എന്നെ വിട്ടുപോകാൻ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ ലേഡിയുടെ മകൻ്റെ സംസാരം അബദ്ധത്തിൽ കേൾക്കുകയാണ്. ഒടുവിൽ അവർ പോയി. ഇനി മുതൽ ഹേ ഗ്രൂപ്പ് എൻ്റേതല്ലേ, അതിനൊക്കെ സമയം വരും. അവരുടെ ഭർത്താവിനല്ലേ നമ്മൾ കൈക്കലാക്കിയത്. ഇത് കേട്ടതോടെ അയാൾക്കെല്ലാം സത്യം മനസ്സിലായി. ഈ വീഡിയോകൾ അമ്മയെ കൊണ്ടുവന്ന പാടെ തൻ്റെ ഇടത്തോടെ സംസാരിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി അവർക്കിടയിൽ വഴക്കാക്കാർ ഉണ്ടാക്കുന്നു. ഹീറോ വന്നത് കൊണ്ട് തന്നെ പ്രശ്നം ഗുരുതരമായില്ല. ഡിവോഴ്സ് ചെയ്ത ശേഷം ലൈഫിൽ ഇത്രയും സന്തോഷം ഉണ്ടാകുമെന്ന് അമ്മ ഒരിക്കലും കരുതിയില്ല. അതിനൊക്കെ അമ്മ സ്റ്റെല്ലയോടാണ് താങ്ക്സ് പറയുന്നത്. മകനോടൊപ്പം ശരിക്കും സമയം ചെലവഴിക്കാൻ എനിക്കൊടുവിൽ അവസരം ലഭിച്ചു. അന്നേരം അവരുടെ അമ്മയെ തേടി ഭർത്താവും ആ ലേഡിയും ക്ഷമ പറഞ്ഞ് ചോദിച്ചു വന്നു. ക്ഷമ പറഞ്ഞ് കഴിയുമ്പോൾ കഴിഞ്ഞെങ്കിൽ പോകാമെന്ന മട്ടിൽ പറഞ്ഞപ്പോൾ അവരും പോയി. പക്ഷെ അച്ഛൻ വിട്ടില്ല. ഇത് കണ്ട അമ്മ അയാൾ ഇനിയും നേരാവില്ലെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ആ പേപ്പർ ഡിവോഴ്സ് ചെയ്ത് സൈൻ ചെയ്ത് താ, ഇനി എൻ്റെ അടുത്തേക്ക് വന്നു പോകരുതെന്ന് പറഞ്ഞ് അമ്മ പോയി. ഹീറോയും വകവെച്ചില്ല. ഹീറോയുടെയും സ്റ്റെല്ലയുടെയും ഫേക്ക് മാരേജ് ആണെന്ന് അമ്മ കണ്ടെത്തുകയാണ്. ഹീറോയുടെ ഭയങ്കര അഭിനയം കണ്ടിട്ടാണ് അങ്ങനെ മനസ്സിലായത്.
എന്നിട്ട് അമ്മ ഹീറോയോട് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. പണത്തിന് വേണ്ടി മാത്രമാണ് അവൾ എന്നെ വ്യാജവിവാഹം ചെയ്തതെന്ന് പറയുമ്പോൾ, എടാ മണ്ട, അങ്ങനെയാണെങ്കിൽ അവൾ എല്ലാത്തിനും നിന്റെ കൂടെ തന്നെ നിൽക്കോ. നിന്റെ കരാർ തന്നെ മാറ്റി അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്കൂ. ഇവിടെ സ്റ്റെല്ലയാണെങ്കിൽ കരാർ പ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹീറോ പറഞ്ഞതുപോലെ 1 മില്യൺ കിട്ടി. അപ്പോൾ അവളുടെ അമ്മയും അച്ഛനും വിളിച്ചു. അമ്മ ഹീറോയും മകളെയും കുറിച്ചായിരിക്കും അന്വേഷിക്കുക. പക്ഷെ അവൾക്ക് ആ വീട് വിട്ട് എങ്ങും വരണമെന്ന് തോന്നണില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇവിടെ ഹീറോ അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ചെറിയ ഡിന്നറൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു നിൽക്കുകയാണ്. മകളോട് വേഗം സ്റ്റെല്ലയെ വിളിക്കാനായി പറഞ്ഞപ്പോൾ സ്റ്റെല്ല ഇതിനകം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിലെത്തിയ സ്റ്റെല്ലയ്ക്കാണെങ്കിൽ ഹീറോയെക്കുറിച്ചും മകളെയും കുറിച്ചുള്ള ഓർമ്മകളാണ്. വീട്ടുകാർ ഓൾറെഡി അവൾക്ക് ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിന് പോകുമ്പോൾ അവൾ ചെറുപ്പക്കാരനോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാകും ഹീറോ പൂക്കളുമായി വന്ന്, ചീള ചെറുക്കനായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് പോകല്ലേ, എന്നാൽ പിന്നെ എന്തിനെനിക്ക് 1 മില്യൺ തന്നതെന്ന് ചോദിക്കുമ്പോൾ, അതൊരു ജോലിക്കാരി എന്ന നിലയിലാണ് തന്നത്. ഇപ്പോൾ നിന്നെ സ്വന്തമാക്കാനാണ്. സ്റ്റെല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എൻ്റെ ഭാര്യയെ വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്ന് തിരിഞ്ഞതും ഹീറോ അവളെ പിടിച്ച് കിസ് ചെയ്യുകയാണ്. ഇതൊക്കെ സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും മകളും കാണുന്നുണ്ടായി. ഇത് അവരുടെ പ്ലാനും കൂടിയാണ്. ഈ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.